നടനും ബി.ജെ.പി. നേതാവുമായ ജി കൃഷ്ണകുമാറിനെതിരെ തട്ടിക്കൊണ്ടുപോകലിന് കേസ്. മകൾ ദിയ കൃഷ്ണയുടെ സ്ഥാപനത്തിലെ വനിതാ ജീവനക്കാരുടെ പരാതിയിലാണ് കേസെടുത്തത്. സ്ഥാപനത്തിലെ പണം കവർന്നതിന് വനിതാ ജീവനക്കാർക്കെതിരെയും കേസെടുത്തിട്ടുണ്ട്. എം.ജി. പ്രതീഷ് തിരുവനന്തപുരത്ത് വിവരങ്ങൾ നൽകാറുണ്ട്. പ്രതീഷ്, ഇത് ആർക്കൊക്കെതിരെയാണ് കേസെടുത്തിരിക്കുന്നത്? കൃഷ്ണകുമാർ എങ്ങനെയാണ് ഇതിന്റെ ഭാഗമാകുന്നത്? അജിക്കെ, മ്യൂസിയം പോലീസ് നിലവിൽ 2 കേസുകളാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അത് ഒന്ന് ജി കൃഷ്ണകുമാറിന്റെ പരാതിയിൽ എടുത്ത കേസാണ്. അത് ജി കൃഷ്ണകുമാറിന്റെ മകൾ ദിയ കൃഷ്ണ കവടിയാറിൽ നടത്തിയ ഒരു സ്ഥാപനത്തിൽ, അതേ സ്ഥാപനത്തിലെ 3 ജീവനക്കാർ സാമ്പത്തിക തിരിമറി നടത്തിയിരുന്നു. നമസ്കാരം. കൃഷ്ണകുമാറിനും അദ്ദേഹത്തിന്റെ കുടുംബത്തിലുള്ള ബാക്കിയുള്ള മെമ്പേഴ്സിനും ഒക്കെ എതിരെ പരാതി നൽകിയേക്കാണ് കൃഷ്ണകുമാറിന്റെ മകളായിട്ടുള്ള ദിയ കൃഷ്ണയുടെ OBY എന്ന സ്ഥാപനത്തിലെ ജീവനക്കാരികൾ. അപ്പോൾ അവര് കൊടുത്തേക്കുന്ന പരാതി കേൾക്കണം, നല്ല രസകരമായിട്ടുള്ള പരാതിയാണ്. അത് കേട്ടാൽ ആരും വിശ്വസിക്കത്തില്ല. അങ്ങനത്തെ ഒരു പരാതിയാണ്. അതായത് കൃഷ്ണകുമാറിന്റെ കുടുംബത്തിലുള്ള ആൾക്കാരും അവളുമാരെ ഭീഷണിപ്പെടുത്തി, അവളുമാരെ പിടിച്ചുകൊണ്ട് പോയി കെട്ടിയിട്ടു, പൈസ ആവശ്യപ്പെട്ടു, അവളുമാരുടെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു കൗണ്ടർ കേസാണ്. അതായത് കൃഷ്ണകുമാറിന്റെ ഫാമിലി ഓൾറെഡി ഇവർക്കെതിരെ കേസ് കൊടുത്തിട്ടുണ്ട്. അതിനെതിരെ ഉള്ളൊരു കേസായിട്ടാണ് ഇവർ കൊടുത്തേക്കുന്നത്. ഇങ്ങനെ 3-4 പെൺപിള്ളേർ വന്ന് ഇത്തരം പരാതി പറയുമ്പോൾ പോലീസുകാർ ഇതൊക്കെ വിശ്വസിക്കാൻ ഇത്രയ്ക്ക് മണ്ടന്മാരാണോ എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. അവർക്ക് പരാതി എടുത്തേ പറ്റത്തുള്ളല്ലോ. പക്ഷേ തെളിവുകളൊക്കെ കൃഷ്ണകുമാറിന്റെ കയ്യിലുണ്ട്. അപ്പൊ എന്താ സംഭവം ചോദിച്ചു കഴിഞ്ഞാൽ, ദിയ കൃഷ്ണയ്ക്കൊരു ജ്വല്ലറി സ്ഥാപനം ഉണ്ടല്ലോ, അതിനൊരു ഇൻസ്റ്റഗ്രാം പേജും ഉണ്ട്. OBY എന്നാണ് ആ ഇൻസ്റ്റഗ്രാം പേജിന്റെ പേര്. അപ്പൊ ഈ OBY എന്ന ഇൻസ്റ്റഗ്രാം പേജിൽ ദിയ കൃഷ്ണ കുറച്ച് നാളുകൾക്ക് മുമ്പ് ഒരു സ്റ്റോറി ഇട്ടിരുന്നു. ആ സ്റ്റോറിയിൽ ദിയ കൃഷ്ണ പറഞ്ഞത്, ദിയ കൃഷ്ണയുടെ ആ സ്ഥാപനത്തിലുള്ള ജീവനക്കാരികൾ അവരെ പറ്റിച്ചു. അതായത് ഇപ്പൊ ദിയ കൃഷ്ണ പ്രഗ്നന്റ് ആയതുകൊണ്ട് തന്നെ കുറെ നാള് ഹോസ്പിറ്റലിലൊക്കെ പോകണം, വയ്യാതാകുമ്പോൾ എപ്പോഴും പോയി സ്ഥാപനത്തിൽ ഇരിക്കാനൊന്നും പറ്റത്തില്ല. അപ്പം പൂർണ്ണമായിട്ടും ജീവനക്കാരികളെ വിശ്വസിച്ച് ജീവനക്കാരികളെ ഏൽപ്പിച്ചേക്കുമായിരുന്നു. അപ്പൊ ദിയ കൃഷ്ണ വരാതായ ആ ഒരു തക്കം നോക്കിയിട്ട് അവിടുത്തെ QR കോഡ് കൊള്ളത്തില്ല, പൈസ ഇടുന്ന QR കോഡ് കൊള്ളത്തില്ല എന്ന് പറഞ്ഞിട്ട് ഇവളുമാർ എന്ത് ചെയ്യും, കസ്റ്റമേഴ്സ് വരുമ്പോൾ ഇവളുമാരുടെ അക്കൗണ്ടിലേക്ക് പൈസ വീഴുന്ന രീതിയിലുള്ള QR കോഡ് കാണിക്കും. അങ്ങനെ ലക്ഷക്കണക്കിന് രൂപയാണ് തട്ടിയെടുത്തത്. ഏതാണ്ട് 69 ലക്ഷം രൂപയോളം ഇങ്ങനെ ദിയ കൃഷ്ണയുടെ കയ്യിൽ നിന്ന് തട്ടിയെടുത്തെന്നാണ് പറയുന്നത്. അതിനുള്ള തെളിവുകളും ദിയ കൃഷ്ണയുടെ കയ്യിലൊക്കെ ഉണ്ട്. അവർ പരാതി ഓൾറെഡി കൊടുത്തേക്കാണ്. അപ്പം സംഗതി ഇങ്ങനെ പൈസ ആദ്യമൊന്നും മനസ്സിലാക്കിയിരുന്നില്ല. പിന്നെ ഇങ്ങനെ പൈസ കാണാതായതോട് കൂടിയിട്ട് ജീവനക്കാരികളോട് ചോദിച്ചു. ആദ്യം മര്യാദ ഭാഷയിൽ ചോദിച്ചു, അവരാദ്യം സമ്മതിച്ചില്ല. പിന്നെ പോലീസിൽ പരാതി നൽകും എന്ന് പറഞ്ഞപ്പോൾ അവര് ഇവരുടെ ഫ്ലാറ്റിന്റെ താഴെ വന്നിട്ട് സമ്മതിച്ചു, ഞങ്ങളാണ് പൈസ എടുത്തത്, ഞങ്ങൾ പൈസ തിരിച്ചു തന്നോളാം എന്ന് പറഞ്ഞിട്ട് ആദ്യം കുറച്ച് തുകയൊക്കെ കൊടുത്തു. അതിനുശേഷം പിന്നെ ദിയ കൃഷ്ണയെ വിളിച്ച് ഭീഷണിപ്പെടുത്താൻ തുടങ്ങി. അങ്ങനെ ദിയ കൃഷ്ണയെ വിളിച്ച് ഭീഷണിപ്പെടുത്തിയതോട് കൂടിയിട്ടാണ് ദിയ കൃഷ്ണ എന്ത് ചെയ്തത്, പരാതി കൊടുക്കുന്നത്. ആദ്യം പെൺകുട്ടികളല്ലേ എന്നൊക്കെ വിചാരിച്ച് ആ ഒരു കൺസിഡറേഷനിൽ നിന്നു. പിന്നീട് ഭീഷണിപ്പെടുത്തിയതോട് കൂടിയിട്ട് പരാതി കൊടുത്തു. എല്ലാ തെളിവുകളും കൊടുത്തിട്ട് പരാതി കൊടുത്തു. അങ്ങനെ ആ പരാതിക്ക് എതിരെ കൊടുത്തേക്കുന്ന കൗണ്ടർ കേസാണ്. സംഗതി കൃഷ്ണകുമാറിന്റെ കുടുംബത്തിൽ നിന്ന് ഒരുപാട് വിവാദങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇവരെന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ പറയുമ്പോൾ അത് വിവാദമായിട്ടുണ്ട്. എല്ലാ ആൾക്കാരും ഓരോ കാര്യങ്ങൾ പറഞ്ഞ് വിവാദമാക്കിയിട്ടുണ്ടെങ്കിലും ഇങ്ങനെ പെൺപിള്ളാരുടെ പുറകെ നടന്ന് അവരെ ഭീഷണിപ്പെടുത്തി അവരെ തട്ടിക്കൊണ്ടുപോയിട്ട് അവരുടെ നിന്ന് പൈസ നേടേണ്ട ഗതികേടൊന്നും ആ കുടുംബത്തിന് ഇതുവരെ വന്നിട്ടില്ല. ആ കുടുംബത്തിലുള്ള എല്ലാ മെമ്പേഴ്സിനും നല്ല വരുമാനമുണ്ട്. ഒന്നാമത്തെ കാര്യം, യൂട്യൂബിൽ നിന്ന് നല്ല വരുമാനമുണ്ട്, അല്ലാതെയും അവർക്ക് വരുമാനമുണ്ട്. പിന്നെ ഈ ഒരു പരിപാടി കാണിക്കേണ്ട കാര്യം അവർക്കില്ലല്ലോ. അപ്പോൾ ഈ കാര്യം കേട്ട എല്ലാവർക്കും സംഗതി പിടികിട്ടി. ഈ വാർത്തയുടെ ഒക്കെ അടിയിൽ കമന്റ്സ് വന്നിട്ടുണ്ട്. എല്ലാ കമന്റ്സും കൃഷ്ണകുമാറിന്റെ കുടുംബത്തിന് അനുകൂലമായിട്ടുള്ള കമന്റ്സ് ആണ്. അപ്പൊ ഏതായാലും ഈ പരാതി വന്നതോട് കൂടിയിട്ട് കൃഷ്ണകുമാർ ഒരു പ്രതികരണം നടത്തിയിട്ടുണ്ട്. ആ പ്രതികരണം നമുക്കൊന്ന് കേൾക്കാം. ഇതൊരു കൗണ്ടർ കേസാണ് എന്ന് പ്രഥമദൃഷ്ട്യാ തന്നെ ബോധ്യപ്പെടുകയാണ്. താങ്കളുടെ മകളുടെ സ്ഥാപനത്തിൽ നിന്നും ഇത്രയേറെ തുക, കമലേഷ് നൽകുന്ന വിവരങ്ങൾ പ്രകാരം 69 ലക്ഷം രൂപ QR കോഡ് വഴി തട്ടിച്ചു എന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. ഇത്ര വലിയ തുക പോയി തുടങ്ങുമ്പോൾ തന്നെ താങ്കളുടെ മകൾക്കും മകളെ ഈ ബിസിനസ് സഹായിക്കുന്ന ഭർത്താവ് അശ്വിനും അത് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ലേ? നമസ്കാരം. അല്ല, വളരെ പ്രസക്തമായ ചോദ്യമാണ് ചോദിക്കുന്നത്. കാരണം നമുക്ക് പണം പോയി തുടങ്ങുമ്പോഴേ അറിയേണ്ടത് തന്നെയാണ്. പക്ഷെ എന്താ പറ്റുന്ന വെച്ചാൽ, ഇവള് കറക്റ്റായിട്ട് ബിസിനസ് പൊക്കൊണ്ടിരുന്നു, എല്ലാം കൃത്യമായി പൊക്കൊണ്ടിരുന്നു. ഈ ഗർഭിണിയായ സമയത്ത് സ്വാഭാവികമായിട്ട് പലർക്കും സിഗ്നസ് വരും ഈ ഗർഭിണിയാവുന്ന സമയത്ത്. അപ്പോൾ വല്ലാത്ത ഇതിൽ എന്നും ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ്. അപ്പോൾ ഇതിലെ സ്റ്റാഫ് എന്ന് പറഞ്ഞാൽ ഇവളുമായിട്ട് വളരെ അടുപ്പമുള്ളവരും വിശ്വസ്തരും. കാരണം ഇവളുടെ എല്ലാ ചടങ്ങുകളും നോക്കിയാൽ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വരുന്ന ഫോട്ടോസ് ഈ 3 കുട്ടികൾ വരെ കൂടെ ഉണ്ട്. അത്ര വിശ്വസ്തരാണ്. അപ്പോൾ ഒരിക്കലും സംശയം തോന്നാതെ ഇടയ്ക്ക് ഇങ്ങനെ കുറച്ച് ബിസിനസ് ഡള്ളാവുന്നതാണ് ഇവർ വിചാരിക്കുന്നത്. കാരണം വെച്ച് കഴിഞ്ഞാൽ അക്കൗണ്ടിൽ പൈസ വരുന്നില്ല. ഇത് ചോദിച്ചപ്പോഴത്തേക്ക് ഇവരെന്ത് ചെയ്തു, പെട്ടെന്ന് 3 ജോലി രാജിവെച്ച് പോകുന്നു. കൂടുതൽ സംസാരിച്ചപ്പോൾ ഞങ്ങൾ പോലീസിലോട്ട് പരാതി കൊടുക്കുന്നു പറഞ്ഞപ്പോൾ ഇവർ ഓടിപ്പിടിച്ച് വന്ന് ഫ്ലാറ്റിൽ താഴെ നിന്ന് സംസാരിക്കുന്നു. ഇവർ ആദ്യമേ പറഞ്ഞു ഞങ്ങൾ പൈസ എടുത്തിട്ടുണ്ട്, തിരിച്ചു തരാം. അങ്ങനെ അവിടെ ഫ്ലാറ്റിൽ അവിടെ കുറച്ചു നേരം കാത്തിരുന്ന് സംസാരമായപ്പോഴത്തേക്ക് അവിടുത്തെ അസോസിയേഷൻ ആൾക്കാർ പറയുന്നു ഇവിടെ ഇരിക്കാൻ പാടില്ല, നിങ്ങൾ കസ്റ്റമർ ഓഫീസിലോട്ട് പോകും. അത് ഞങ്ങളുടെ ഓഫീസിൽ കൊണ്ടുവരുന്നു. ഇതെല്ലാം ഞങ്ങളുടെ ടെലിഫോൺ, ഞങ്ങളുടെ ഓഫീസിൽ ഞങ്ങളുടെ വാഹനത്തിൽ തന്നെ ഇവർ വരുന്നത്.
ഇവരുടെ ഭർത്താക്കന്മാർ 2 വീലറിലും വരുന്നു. ഇത് കഴിഞ്ഞ് ഇവിടെ നിന്ന് സംസാരിക്കുന്നു, ഭക്ഷണം കഴിക്കുന്നു, ഇതെല്ലാം കഴിഞ്ഞപ്പോൾ ഇവർ പറഞ്ഞു ഞങ്ങൾ നിങ്ങൾക്ക് പൈസ എത്രയും പെട്ടെന്ന് തരാമെന്ന് പറഞ്ഞിട്ട് ഇതിൽ ഭർത്താക്കന്മാർ പുറത്ത് പോയിട്ട് ഒരു 3 മണിക്കൂറിനകത്ത് 8,82,000 രൂപ കൊണ്ട് ഇവിടെ ക്യാഷ് ആയിട്ട് കൊടുക്കുന്നു. ബാക്കി പൈസ പിന്നീട് തരാൻ ഞങ്ങൾക്ക് ഇവരെ പരാതിക്ക് പോകരുത്. അങ്ങനെ ഒരു ഒത്തുതീർപ്പുണ്ടാക്കിയിട്ട് ഇവർ പോയി കഴിഞ്ഞ് രാത്രി മകളെ ഇതിൽ ഒരാൾ വിളിച്ച് ഭീഷണിപ്പെടുത്തി. അപ്പം നമുക്കിത് ശരിയായിട്ട് തോന്നിയില്ല. അങ്ങനെ നമ്മുടെ കന്റോൺമെന്റ് സ്റ്റേഷനിലെ AC ശ്രീ സ്റ്റുവർട്ട് കീലർ അദ്ദേഹത്തിന് പരാതി കൊടുത്തപ്പോൾ ഇവര് കൗണ്ടർ കേസ് കൊടുത്തു ഞങ്ങൾക്കെതിരെ. ഞങ്ങൾ ഇവരെ എന്തോ കിഡ്നാപ്പ് ചെയ്ത് കൊണ്ടുപോയി കെട്ടിയിട്ട്. ഇതിനാണ് പറയുന്നത് നമ്മൾ ആരെയും കണ്ണുമടച്ച് വിശ്വസിക്കാൻ പാടില്ല. നമ്മുടെ ഇവിടുത്തെ ജോലിക്കാരികളെ അവരുടെ സ്ഥാനത്ത് മാത്രമേ നിർത്താൻ പാടുള്ളൂ. അവരെ ഫ്രണ്ടായിട്ടൊക്കെ കണ്ട് അവരെ പൂർണ്ണമായിട്ട് വിശ്വസിച്ച് കഴിഞ്ഞ് ഇങ്ങനെ ഇരിക്കും. അവര് തക്കം കിട്ടിക്കഴിഞ്ഞ എല്ലാ എണ്ണവും ഇങ്ങനെയാണ്. എല്ലാ മനുഷ്യരും ഇങ്ങനെ തന്നെയാണ്, നമ്മളെ പറ്റിക്കും. അതും ദിയ കൃഷ്ണ ഇപ്പൊ ഇങ്ങനൊരു അവസ്ഥയിരിക്കുകയാണ്, പ്രഗ്നന്റ് ആണ്. അപ്പോൾ അവർക്ക് ഒരുപാട് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടായിരിക്കും, ഒത്തിരി പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കും. ആ സമയത്ത് നമ്മുടെ ബിസിനസ്സിലോട്ടൊന്നും അധികം ശ്രദ്ധിക്കാൻ പറ്റണമെന്നില്ല. അങ്ങനെയാണ്. ദിയ കൃഷ്ണ എന്ന് പറയുന്ന ഒരു വ്യക്തി സ്വന്തമായിട്ട് ഉണ്ടാക്കിയെടുത്തൊരു സ്ഥാപനമാണ്. അതിനകത്ത് ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ അവിടെ എവിടെയൊക്കെ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിലും വളരെ നന്നായിട്ട് കൊണ്ടുപോകുന്ന, മുന്നോട്ട് പോകുന്ന ഒരു സ്ഥാപനമാണ് ഈ OBOC എന്ന് പറയുന്നത്. അതിന്റെ ഇൻസ്റ്റാഗ്രാം പേജിലും അത്യാവശ്യം നല്ല ഫോളോവേഴ്സും നല്ല വരുമാനവും ഒക്കെ കിട്ടുന്ന ഒരു സ്ഥാപനമാണ്. ആ സ്ഥാപനത്തിൽ കുറച്ച് ആൾക്കാരെ ജോലിക്ക് നിർത്തുമ്പോൾ നമുക്ക് ജോലി തന്ന ആൾക്കാരാണല്ലോ എന്നുള്ളൊരു കൺസിഡറേഷൻ എങ്കിലും കാണിക്കണം. അല്ലാതെ ഇങ്ങനെ ശുദ്ധമായിട്ട് പോയി പറ്റിക്കാൻ പാടില്ല. അത് ഇങ്ങനൊരു അവസ്ഥയിൽ ഒരാൾ ഇരിക്കുന്ന സമയത്ത്, ഈ പ്രഗ്നൻസി എന്ന് പറയുന്ന ഒരു രോഗാവസ്ഥയൊന്നും അല്ല എങ്കിൽ പോലും ഒരാളുടെ മനസ്സും ശരീരവും ഒക്കെ ഒരുപാട് സ്ട്രെസ്സിലൂടെയും കുറേ കാര്യങ്ങളിലൂടെ ഒക്കെ കടന്നു പോകുന്ന സമയത്ത് അവർക്ക് മാക്സിമം നമ്മൾ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാക്കാൻ പാടില്ല എന്നായിരിക്കണം ജോലിക്കാരികളൊക്കെ വിചാരിക്കേണ്ടത്. ഒന്നുമില്ലെങ്കിൽ നമുക്ക് ജോലി തന്ന ആൾക്കാരല്ലേ, നമുക്ക് ശമ്പളം തരുന്ന ആൾക്കാരല്ലേ, ആ കൺസിഡറേഷൻ എങ്കിലും കാണിക്കുക. ആ ഒരു സ്ഥാപനത്തിൽ നമുക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പം നമുക്ക് ശമ്പളം കൂട്ടി തരണം, നമ്മളെ നന്നായിട്ടല്ല ട്രീറ്റ് ചെയ്യുന്നത്, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പരാതിപ്പെടാം, നമുക്ക് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാം. പക്ഷേ പണം തട്ടിയെടുത്തിട്ട്, അവരുടെ കയ്യിൽ നിന്ന് പണം തട്ടിയെടുത്തിട്ട് അത് തിരികെ ആവശ്യപ്പെട്ടപ്പോൾ അവർക്കെതിരെ തന്നെ കൊണ്ട് കേസ് കൊടുത്തേക്കുന്നു. സത്യം പറയാമല്ലോ, ഇതാണ് ഞാൻ പറഞ്ഞ ആരെയും വിശ്വസിക്കാൻ പാടില്ല. നമ്മൾ ഒന്ന് കൺസിഡർ ചെയ്യുന്ന സമയത്ത് നമ്മൾ കുറച്ചൊരു സ്പേസ് കൊടുത്തു കഴിയുമ്പോൾ എല്ലാ എണ്ണവും ഇങ്ങനെയാണ്, നമ്മളെ പറ്റിക്കും. അപ്പോൾ ഇതുപോലുള്ള ജോലിക്കാരികളും ഇതുപോലുള്ള സ്ഥാപനങ്ങളിലൊക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാർ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. നമുക്കൊരു സ്പേസ് തരുമ്പോൾ നമ്മളോടുള്ള വിശ്വാസം കൊണ്ടാണ്, നമ്മളോടുള്ള കൺസിഡറേഷൻ കൊണ്ടാണ് നമുക്കൊരു സ്പേസ് തരുന്നത്. നമ്മളെ പൂർണ്ണമായിട്ടും വിശ്വസിച്ചിട്ട് നമ്മളുടെ കയ്യിലൊരു കാര്യം ഏൽപ്പിക്കുന്ന സമയത്ത് അത് നന്നായിട്ട് മുന്നോട്ട് കൊണ്ടുപോവുക. നമുക്ക് ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ ബുദ്ധിമുട്ടാണെന്ന് തുറന്നു പറയാം. നമുക്ക് ശമ്പളം കൂട്ടിത്തരണമെന്നുണ്ടെങ്കിൽ അത് തുറന്നു പറയുക. അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ആവശ്യപ്പെടുക. അല്ലാതെ ഇങ്ങനെ ഒരാളെയും പറ്റിക്കാൻ പാടില്ല, വഞ്ചിക്കാൻ പാടില്ല. നമ്മുടെ നാട്ടിലെ ഒരു വിഷയമാണ്. ഇപ്പം തന്നെ കണ്ടില്ലേ, അവർക്കെതിരെ കേസ് കൊണ്ട് കൊടുത്തിരുന്നു. അത് ജാമ്യമില്ലാ വകുപ്പാണ്. 3-4 പെൺകുട്ടികൾ ചെന്നിട്ട്, അതും ദിയക്കെതിരെ കൊടുത്തു കഴിഞ്ഞാൽ അത് നിലനിൽക്കത്തില്ലല്ലോ. അതുകൊണ്ടാണ് ആണിനെതിരെ കൊടുത്തത്. അതായത് ദിയ കൃഷ്ണയുടെ കുടുംബത്തിലെ ഏറ്റവും മുതിർന്ന വ്യക്തിക്കെതിരെ കൊടുത്തത്. അതുകൊണ്ടാണ് കൃഷ്ണകുമാറിനെതിരെ കൊടുത്തതാണ്. അപ്പൊ കൃഷ്ണകുമാർ എന്ന് പറയുമ്പോൾ ഒരു പുരുഷനെതിരെ കൊണ്ട് കൊടുക്കുമ്പോൾ ആ കേസ് നിലനിൽക്കും. അതിനുശേഷം ബാക്കി കൂട്ടുപ്രതികളായിട്ട് ബാക്കി ഫാമിലി മെമ്പേഴ്സിനെയും കൂടി ഉൾപ്പെടുത്തിയേക്കാണ്. നല്ല ബുദ്ധി തന്നെ. അതാകുമ്പോൾ കേസ് എടുക്കാതിരിക്കാൻ പറ്റത്തില്ല. ഇപ്പം നമ്മൾ വിചാരിക്കും പോലീസുകാരെന്താ മണ്ടന്മാരാണോ എന്ന് ചിന്തിക്കുമെങ്കിലും കേസ് എടുക്കാതിരിക്കാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല. ഇങ്ങനെ 3-4 ജീവനക്കാരികൾ അല്ലെങ്കിൽ പെൺകുട്ടികൾ വന്ന് കേസ് കൊടുക്കുകയാണ്. ഇതുപോലെ ഇവർക്കെതിരെ കേസ് കൊടുക്കുമ്പോൾ അവർക്ക് കേസ് എടുത്തേ പറ്റത്തുള്ളൂ, FIR ഇട്ടേ പറ്റത്തുള്ളൂ. പിന്നെ ബാക്കി തെളിവുകളൊക്കെ ഹാജരാക്കേണ്ടത് അവളുമാരാണ്. എന്നാൽ ഇവിടുത്തെ ഒരു രസകരമായ കാര്യം, അവളുമാരുടെ കയ്യിൽ തെളിവുകളൊന്നുമില്ല. ജസ്റ്റ് ആരോപണങ്ങൾ മാത്രമാണ് ഉന്നയിക്കുന്നത്. ഇവർക്കെതിരെ എന്തെങ്കിലുമൊക്കെ ആരോപണം ഉന്നയിച്ചു കഴിഞ്ഞാൽ അത് വിവാദമാകും, ഇവരെ നാണം കെടുത്താൻ പറ്റും, അവരുടെ സ്ഥാപനത്തിന്റെ പേര് കളങ്കപ്പെടുത്താൻ പറ്റുമെന്ന് അവർക്ക് നന്നായിട്ട് അറിയാം. അതിനാണ് ഇപ്പോൾ ഇങ്ങനൊരു കള്ളപ്പരാതി കൊണ്ട് കൊടുത്തേക്കുന്നത്.